വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ റേഷ്യോ അനാലിസിസ് എന്ന ടോപ്പിക്കാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോൾവൻസി റേഷ്യോസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോൾവൻസി റേഷ്യോസിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ ആൻഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫിക്സഡ് അസറ്റ്സ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ എന്ന് നോക്കാം. ഫിക്സഡ് അസറ്റ്സ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലോങ് ടേം ഫണ്ട്സ്. അതായത് ഫിക്സഡ് അസറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ലോങ് ടേം ഫണ്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി അവരുടെ ലോങ് ടേം ഫണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷൻ ആണ് ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതായത് ലോങ് ടേം ഫണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഒരു കമ്പനി ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. എങ്ങനെയാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്. ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്. ഇനി എന്താണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് നോക്കാം. ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് അതായത് ഗ്രോസ് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റ് കിട്ടും. ഇനി ലോങ് ടേം ഫണ്ട്, ടോട്ടൽ ലോങ് ടേം ഫണ്ട് എന്തൊക്കെയാണ് ലോങ് ടേം ഫണ്ടിൽ ഇൻക്ലൂഡഡ് ആകുന്നത് നോക്കാം. ലോങ് ടേം ഫണ്ട് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇൻക്ലൂഡഡ് ആണ്. ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ്, ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ദെൻ ഡിബെഞ്ചേഴ്സ് ആൻഡ് എനി അതർ ലോങ് ടേം ലോൺസ്. അതർ ലോങ് ടേം ലോൺസ്. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ലോങ് ടേം ഫണ്ടിൽ ഇൻക്ലൂഡ് ആകുന്നത്. ഷെയർ ക്യാപിറ്റൽ വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിബെഞ്ചേഴ്സ് ആൻഡ് എനി അതർ ലോങ് ടേം ലോൺസ്. ഇത്രയുമാണ് ടോട്ടൽ ലോങ് ടേം ഫണ്ടിൽ ഇൻക്ലൂഡഡ് ആകുന്നത്. സോ ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്. ഇനി ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. From the following balance sheet, calculate fixed asset ratio. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ലോങ് ടേം ഫണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ ലയബിലിറ്റി സൈഡ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 1,50,000, ദെൻ റിസർവ്സ് റുപ്പീസ് 60,000, P&L account of rupees 24,000, then 10% debentures, 12% bank loan and current liability. On the asset side, fixed assets of rupees 80,000 and current asset of rupees 4,20,000. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്. ഇതാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് നെറ്റ് ഫിക്സഡ് അസറ്റ് എത്രയാണ് എന്നുള്ളതാണ്. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ അറിയാം, ബാലൻസ് ഷീറ്റിൽ എങ്ങും തന്നെ ഡിപ്രീസിയേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിക്സഡ് അസറ്റ്, ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെറ്റ്, അതായത് നെറ്റ് ഫിക്സഡ് അസറ്റിന്റെ എമൗണ്ട് ഡയറക്ട്ലി തന്നെ ബാലൻസ് ഷീറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയാ? 80,000. സോ നെറ്റ് ഫിക്സഡ് അസറ്റ് ഈസ് rupees 80,000 ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ലോങ് ടേം ഫണ്ട് എത്രയാണ് എന്നുള്ളതാണ്.
ലോങ് ടേം ഫണ്ടിൽ നമ്മൾ പറഞ്ഞു ലോങ് ടേം ഫണ്ട് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാ പറഞ്ഞേ ഷെയർ ക്യാപിറ്റൽ ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാണാം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല സോ ഷെയർ ക്യാപിറ്റലിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 1,50,000 ഇനി എന്തൊക്കെയുണ്ട് ലോങ് ടേം ഫണ്ടിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ റിസർവും തന്നിട്ടുണ്ട് പി ആൻഡ് അക്കൗണ്ട് തന്നിട്ടുണ്ട് രണ്ടും ക്വസ്റ്റ്യനിലുണ്ട് റിസർവ്സിന്റെ എമൗണ്ട് 60,000 ആണ് ദെൻ പി ആൻഡ് എൽ നമ്മൾ പ്രൊവിഷൻ മാറ്റി വെച്ചിരിക്കുന്നത് 24,000 ആണ് ദെൻ ഡിബെഞ്ചർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ നോക്കണം യെസ് 10% ഡിബെഞ്ചർ എത്രയാ 60,000 എനി അതർ ലോങ് ടേം ലോൺ 12% ബാങ്ക് ലോൺ 54,000 ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് ടോട്ടൽ ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,48,000 ആണ് കിട്ടുന്നത് സോ ടോട്ടൽ ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത് 3,48,000 therefore net fixed asset divided by total long term fund it is 80,000 divided by 3,48,000 0.22 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത റേഷ്യോയിലേക്ക് പോവാം ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ സോൾവൻസി റേഷ്യോസിലെ ആദ്യത്തെ 3 റേഷ്യോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു പ്രൊപ്രൈറ്ററി റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ establishes the relationship between fixed asset and shareholders fund അതായത് ഒരു കമ്പനിയുടെ ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അനലൈസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോയിൽ നമ്മൾ പറഞ്ഞു ലോങ് ടേം ഫണ്ടിന്റെ എത്ര പെർസെന്റേജ് ആണ് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ അഥവാ ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിന്റെ അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ടിന്റെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ എത്ര പെർസെന്റേജ് ആണ് ഫിക്സഡ് അസറ്റിൽ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ ഇനി എന്താണ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോയുടെ ഫോർമുല നോക്കാം നെറ്റ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇതാണ് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അഥവാ ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോയുടെ ഫോർമുല നെറ്റ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതിൽ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്താണ് എന്നുള്ള തൊട്ട് മുൻപത്തെ റേഷ്യോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള തുകയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻക്ലൂഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ലെസ് എനി accumulated losses നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആകുന്നുള്ളത് ഓവറോൾ പറഞ്ഞാൽ ഷെയർ ഹോൾഡർ ഫണ്ട് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ലെസ് എനി accumulated losses if any ഇതാണ് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ്വർത്ത് റേഷ്യോ നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിലെ സെയിം ബാലൻസ് ഷീറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം ഫോർമുല മെൻഷൻ ചെയ്യാം നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതാണ് നമ്മുടെ ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ഓൾറെഡി അറിയാം ക്വസ്റ്റിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടില്ല നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റിൽ ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എത്രയാ 80,000 ആണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്
ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് എനി അക്യുമുലേറ്റഡ് ലോസസ്. ക്വസ്റ്റിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ഐറ്റംസ് ആണുള്ളത്, റിസർവ്സും പി ആൻഡ് അക്കൗണ്ട്. ലോസസ് ഒന്നും തന്നെ ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഷെയർ ഹോൾഡർ ഫണ്ട് ഇൻക്ലൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 1,50,000, reserves of rupees 60,000 and P and account of rupees 24,000. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2,34,000. Therefore, fixed asset to proprietors fund ratio is equal to 80,000 divided by 2,34,000. It is 0.34. ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ട് റേഷ്യോസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോയും ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോയും. രണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലോങ് ടേം ഫണ്ടിന് എത്ര പെർസെൻറ്റേജ് ആണ് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഫണ്ടിന്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. രണ്ട് റേഷ്യോസും ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോൾവൻസി റേഷ്യോസിന്റെ ബാക്കിയുള്ള റേഷ്യോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.